ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു Indo-Italian ഡിഷസ്. ഇന്ന് നമുക്ക് മാംഗോ കൊണ്ട് ഒരു വേറെ ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ വീട്ടിലുള്ള അതേ സാധനങ്ങൾ പെട്ടെന്ന് എങ്ങനെയാണ് ഒരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് ആവശ്യമായിട്ട് സാധനങ്ങൾ: 150 ഗ്രാം മാങ്ങ കട്ട് ചെയ്ത് വെച്ചത്, 2 ടേബിൾ സ്പൂൺ ഉമിയുള്ള ഗോതമ്പ് പൊടി, 200 ml പാല്, 1/4 കപ്പ് പഞ്ചസാര. ഇത്ര സാധനം മതി, എളുപ്പമായി ഇതുണ്ടാക്കാൻ. ആദ്യം ഈ പാലിൻ്റെ ഈ ഗോതമ്പ് പൊടി ഇതിൽ നിന്ന് 50 ml പാലെടുത്ത് നമുക്കൊന്ന് കലക്കാം. ഇപ്പം കുറച്ച് പാലെടുത്ത് ഞാൻ ഈ ഉമിയുള്ള ഗോതമ്പ് പൊടി ഇതിനകത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാല് ഗോതമ്പ് പൊടിയും പഞ്ചസാരയും കൂടെ ഒന്ന് കുറുക്കാം. ഈ കുറുക്കിയത് വെച്ച് വേണം ഇത് മാംഗോ ഐസ്ക്രീം ആക്കാൻ. ഇപ്പം നമുക്ക് ഗ്യാസ് കത്തിച്ച് ഒരു പാനിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ പാലൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര പാലിലൊന്ന് നന്നായിട്ട് അലിഞ്ഞ് ചേരട്ടെ. ഈ തിളച്ച പാലിലേക്ക് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഗോതമ്പ് പൊടിയാണെന്നൊന്നും അറിയില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇതിന്. ഇപ്പോഴത്തെ ഈ പാല് ഒരുമാതിരി ഗോതമ്പ് പൊടി ഇതിൻ്റെ അകത്ത് പാലിൻ്റെ അകത്ത് കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുന്നത് പോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇത് അടുക്കി പിടിക്കാൻ നല്ല ചാൻസാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇളക്കിക്കൊണ്ടിരുന്നോണം. ഇപ്പം ഈ പാലും ഗോതമ്പ് പൊടിയും നന്നായിട്ട് കുറുകിയിട്ടുണ്ട്, കുറുക്ക് പരുവത്തിൽ. കണ്ടോ, ഇതിൻ്റെ അകത്ത് ഉമി കിടക്കുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കേണ്ട, ഇത് നാക്കെ തട്ടത്തൊന്നുമില്ല. കാരണം നമ്മളിത് അടിച്ച് എടുക്കുമ്പോൾ ഈ ഉമിയുടെ എല്ലാം അങ്ങ് അരഞ്ഞോളുമേ. അപ്പം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇപ്പം നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ആ മാംഗോ ഒന്ന് പൾപ്പാക്കാമേ. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ ആ മാംഗോ പൾപ്പിലേക്ക് കുറുക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയും പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ ബാറ്ററും മാംഗോയൂടെ നന്നായിട്ടൊന്നിടുന്നു. ഇപ്പം ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ടംബ്ലറിലേക്ക് മാറ്റാം. കേട്ടോ, ഇപ്പം അതിൻ്റെ അകത്തെ നമ്മൾ അരച്ച് വെച്ച ഉമിയുടെ ഇതൊന്നും കാണുന്നില്ല ഈ മാംഗോ ഐസ്ക്രീമിൽ. ഇത് ഹെൽത്തിയുമാണ്, കാരണം ഉമി നല്ലതല്ലേ. ഇത് നമുക്കൊരു ടംബ്ലറിലേക്ക് മാറ്റാം. ഇതിൻ്റെ കളറും ടെക്സ്ചറും ഒക്കെ കണ്ടോ. ഇപ്പം നമ്മൾ എടുത്തു വെച്ച ഈ ഉമി ഒന്നും ഇതിൻ്റെ അകത്ത് കാണുന്നില്ല, കണ്ടോ, എല്ലാം അരഞ്ഞു പോയി. ഇനി നമുക്ക് ഇത് ഒരു പ്ലാസ്റ്റിക് ഫിലിം കൊണ്ട് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ 2 മണിക്കൂർ സൂക്ഷിക്കാം. അതിനുശേഷം ഇതെടുത്ത് ഒന്നും കൂടെ അടിച്ച് മിക്സിയിൽ തന്നെ ഒന്നും കൂടെ അടിച്ച് നമുക്ക് പിന്നെയും ഇത് ടംബ്ലറിലെടുത്ത് റെഡിയാക്കി വെക്കണം. അപ്പം അതെന്തിനാണെന്ന് എല്ലാവരും ചോദിക്കും. കാരണം വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നല്ല ക്രീമി അല്ലേ. അപ്പം അതുപോലെ വരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പം ഐസ്ക്രീം ഉണ്ടാക്കുന്ന മെഷീനോ പാത്രമോ ഒന്നും നമ്മളുടെ ഇല്ലാത്തത് കൊണ്ട് ഇത് ഒരു 2 മണിക്കൂറിന് ശേഷം പിന്നെയും ഒന്നുകൂടെ അടിച്ചെടുക്കണം. എന്നാലേ അത് ശരിയാകത്തുള്ളൂ, അതിൻ്റെ ടെക്സ്ചർ അതുപോലെ വരത്തുള്ളൂ. അപ്പം ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മാംഗോ ഐസ്ക്രീം 2 മണിക്കൂർ കഴിഞ്ഞു. ഇത് ഞാൻ ഫ്രീസറിൽ നിന്നെടുത്ത് നമുക്ക് രണ്ടാമത് ഒന്നുകൂടെ ഒന്ന് അടിച്ചിട്ട് തിരിച്ച് വയ്ക്കാമേ. ഇത് മൊത്തം കട്ടയായിട്ടില്ല എങ്കിലും ഇത് രണ്ടാമത് ഒന്നുകൂടെ അടിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ആ ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഐസ്ക്രീമായിട്ട് തന്നെ വരും, പക്ഷേ ടെക്സ്ചർ കറക്റ്റ് ആകത്തില്ല. ടെക്സ്ചർ കറക്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ
രണ്ടാമതൊരു വട്ടം 2 മണിക്കൂർ കഴിഞ്ഞോ 3 മണിക്കൂർ കഴിഞ്ഞോ ഒന്ന് അടിക്കണം. കറക്റ്റ് നല്ലത് 2 മണിക്കൂർ കഴിഞ്ഞ് അടിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പിന്നെയും നല്ലതായിട്ട് അടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ ഐസ്ക്രീം നേരെ ആ സെയിം ടെമ്പറേച്ചറിലോട്ട് തന്നെ ഒഴിച്ച് ഇനി നമുക്ക് ഈ മാംഗോ ഐസ്ക്രീമിൻ്റെ സിറപ്പ് യൂസ് ചെയ്ത സെയിം ഇത് വെച്ച് തന്നെ പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് തന്നെ റാപ്പ് ചെയ്ത് ഈ അടപ്പ് വെച്ച് അടച്ച് വെക്കാം. നിങ്ങൾ ഈ പ്ലാസ്റ്റിക് റാപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അത് ചെയ്തോണേ. അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഐസ്ക്രീമിൻ്റെ ആ ടെക്സ്ചർ ഈ ഐസ്ക്രീമിന് വരത്തില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഈ റാപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അടപ്പ് വെച്ച് ഇങ്ങനെ അടച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ പുറത്തെല്ലാം ഇങ്ങനെ ഐസിൻ്റെ പാളികൾ വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരത്തില്ല. അപ്പം നമുക്കിത് അടച്ച് വെച്ച് 6 മണിക്കൂർ കഴിഞ്ഞ് ഫ്രീസറിൽ നിന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന്. നമുക്ക് ഇത് ഒരു ഐസ്ക്രീം സ്കൂപ്പ് കൊണ്ട് ഇതെടുത്തിട്ട് സെർവിങ് ഡിഷിലേക്ക് ആക്കാവേ. കണ്ടോ ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഐസ്ക്രീം പോലെ തന്നെ കണ്ടോ. നല്ല യഥാർത്ഥ ക്രീമി ടേസ്റ്റ് തന്നെ വന്നുകൊണ്ടോ ഇതിന്. നിങ്ങൾക്കിപ്പം ഇതിപ്പം കറക്റ്റായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓരോ വട്ടവും ഈ ഐസ്ക്രീം എടുക്കുന്ന ഈ ക്യൂബ് ഇതിൽ ഒരു ബോൾ സൈസ് എടുത്തു കഴിഞ്ഞ് ഇത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ബോൾസ് എടുത്താൽ കറക്റ്റായിട്ട് അത് വരും. നമ്മൾ ഐസ്ക്രീം ഒക്കെ വിൽക്കുന്നിടത്തും കണ്ടിട്ടില്ലേ, അവരിങ്ങനെ ഓരോ വട്ടവും വെള്ളത്തിൽ മുക്കിയിട്ടാണ് ഓരോ ബോൾസ് എടുക്കുന്നത്. ഇപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കോണിലാണ് കഴിക്കാൻ ഇഷ്ടമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതും ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ അതിൻ്റെ ടെക്സ്ചർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് ചെയ്താൽ ഇതിങ്ങനെ തന്നെ വരും. അപ്പം അടുത്ത ഒരു പുതിയ റെസിപ്പി ആയിട്ട്, വെറൈറ്റി റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.